താമരശ്ശേരിയിൽ യുവാവിനെ പോലീസ് മർദ്ദിച്ചതായി പരാതി. പോലീസ് സ്റ്റേഷനിൽ സാക്ഷി പറയാനെത്തിയ മുക്കം സ്വദേശി നിതീഷിനെ മർദ്ദിച്ചു എന്നാണ് പരാതി. മറ്റേ കേസിലെ പരിക്ക് പറ്റിയ ചേച്ചിനെയും ഹസ്ബൻഡിനെയും അവരിങ്ങോട്ടും വിളിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ടും വിളിക്കുന്നുണ്ട്. നീ എന്തിനാണ് വിളിക്കുന്നതെന്ന് ചോദിച്ചിട്ടാണ് തല്ലുന്നത്. ഞാൻ കോൾ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ സാറേ അതിനെന്താ വിളിക്കുന്നതിന് എന്താണെന്ന് ചോദിക്കലും സാറ് എഴുന്നേറ്റിന്റെ ഈ കണ്ണിന്റെ അവിടെ വക്കിയടിയാണ്. അവിടെ ചോദിച്ചു നിങ്ങൾ എന്നെ വിളിച്ചെടുത്ത് തല്ലാനാണെന്ന് സൗണ്ടിലാണ് ചോദിച്ചത്. അതും വേറുള്ള സാർമാർ വന്ന് എന്നെ പിടിച്ച് അപ്പുറത്തെ റൂമിൽ കൊണ്ടുപോയി തച്ച്. 3-4 ആൾക്കാർ വേറെ സാർമാരുണ്ടായിരുന്നു അവിടെ. അവരൊന്നും ചെയ്യില്ല. 4 പേരാണ് ഇത് ചെയ്തത്. SI സാറും CF സാറും മാന്യമായിട്ടില്ല. എന്നെ അവിടെ പോയി തച്ച് ശരിയാക്കിയത്. എന്റെ കണ്ണ് കണ്ടു, എന്റെ കൈത്തൊക്കെ കണ്ടോ അമ്മാതിരി കിട്ടില്ല. ഞാനൊരു സാക്ഷിയാണ് ഒരു കേസിലെ. അതിനാണ് എനിക്കിത് കിട്ടിയത്. മറ്റേ കേസിലെ പരിക്ക്. എന്നാൽ പരാതി വ്യാജമാണെന്നും പരാതിക്കാരൻ മുൻപ് നിരവധി കേസുകളിൽ പ്രതിയാണെന്നുമാണ് താമരശ്ശേരി പോലീസിന്റെ വിശദീകരണം. കൂടുതൽ വിവരങ്ങളുമായി രതീഷ് വാസുദേവനാണ് ചേരുന്നത്. രതീഷ്, എന്താണ് ഇപ്പോൾ പരാതിക്കാരൻ പറയുന്നത്? പരാതി വ്യാജമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണല്ലോ പറയുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ള വിശദീകരണം എന്താണ്? സ്വാതി, പ്രതീഷിൻ്റെ വിശദീകരണം കേട്ടുകഴിഞ്ഞാൽ അന്യായമായ പോലീസിൻ്റെ മർദ്ദനം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുക. ഏത് സാഹചര്യത്തിലാണ് പോലീസ് ഇത്തരത്തിൽ മർദ്ദിച്ചത് എന്ന് സംബന്ധിച്ചും ദുരൂഹതയുണ്ട്. കാരണം സാക്ഷി പറയാൻ വിളിച്ച ഒരു കാര്യത്തിൽ പോലീസ് എന്തിനാണ് യുവാവിനെ അകാരണമായി മർദ്ദിച്ചതെന്ന ചോദ്യത്തിന് മറുപടിയില്ല. പക്ഷേ പോലീസ് പറയുന്നത് അത്തരത്തിൽ ഒരു കാര്യവും ഉണ്ടായിട്ടില്ല, മർദ്ദനം ഉണ്ടായിട്ടില്ല. ഇത് സംബന്ധിച്ച് ചില കാര്യങ്ങൾ വിശദീകരിക്കാൻ വിളിച്ചപ്പോൾ അദ്ദേഹം പോലീസിനോട് തട്ടിക്കയറുന്ന സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. തുടർന്ന് ഇറങ്ങിപ്പോവുക മാത്രമാണ് ഉണ്ടായത്. മർദ്ദനമൊന്നും അവിടെ നടന്നിട്ടില്ല എന്നാണ് പോലീസിന്റെ വിശദീകരണം. എന്നാലും ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദീകരണങ്ങളൊക്കെ വേണ്ടതുണ്ട്. കാരണം CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവും. അത് അത്ര ശരി രതീഷ്.